വിഷ്ണു, മറ്റൊരു കാര്യം, ഈ സഭാ സമ്മേളനം തുടരുകയാണല്ലോ. സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയാണ് നടക്കുന്നത്. ഇന്നലെ തന്നെ CPIയുടെ MLA മാർ സർക്കാരിനെതിരെ, ബജറ്റിലെ അവഗണനയ്ക്കെതിരെ വളരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ അടക്കമുള്ളവരാണ് ഇതിന് മുന്നിൽ നിന്നത്. ഇന്ന് എങ്ങനെയായിരിക്കും CPI MLA മാരുടെ ഒരു പ്രതികരണം? പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ സഭയിലെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ലിബീഷ്, ഈ സഭയുടെ പ്രധാനമായുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 15-ാം തീയതി വരെയും ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ബജറ്റിൽ കാണിച്ച അവഗണനയെ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭക്ഷ്യം, റവന്യൂ, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളെ ബജറ്റിൽ തഴഞ്ഞതിനെ CPI ചോദ്യം ചെയ്തിരുന്നു. അത് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത് തുടരും. കാരണം പ്രധാനമായും CPIയെ കൂടിയാലോചനയ്ക്ക് വിളിക്കാതെയാണ് ഈ ഒരു ബജറ്റ് തയ്യാറാക്കിയത്. ബജറ്റിൽ പല രീതിയിലുള്ള അവഗണന CPIയുടെ വകുപ്പുകൾക്ക് നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇതിനുള്ള രൂക്ഷ വിമർശനം നേരത്തെ തന്നെ CPI യോഗങ്ങളിൽ ചർച്ചയായിരുന്നു. അതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട CPM-നെ വിവരം അറിയിച്ചിരുന്നു. എന്നാലും അതിനൊന്നും നടപടി ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ബജറ്റിന്റെ പൊതു ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം പ്രതിപക്ഷവും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. എക്സാലോജിക്ക് അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ചൂണ്ടിക്കാട്ടും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെയും മകൾക്കെതിരെയുമുള്ള അന്വേഷണങ്ങളൊക്കെയും ചൂണ്ടിക്കാട്ടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം കാട്ടാന വിഷയത്തിലും കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ മലയോര മേഖലകളിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കും. ഏതായാലും 15-ാം തീയതി വരെയാണ് ഈ നിയമസഭാ സമ്മേളനം ഉണ്ടാവുക. നേരത്തെ നിശ്ചയിച്ചിരുന്നത് മാർച്ച് 27 വരെയായിരുന്നു. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത് വെട്ടിച്ചുരുക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റന്നാൾ വരെയാണ് ഈ നിയമസഭാ സമ്മേളനം ഉണ്ടാവുക. ഏതായാലും ബജറ്റിന്മേലുള്ള ചർച്ചകൾ തന്നെയായിരിക്കും തുടരാനും സാധ്യത. ലഭിച്ചു. ശരി വിഷ്ണു, സഭാ സമ്മേളനത്തിൻ്റെ വിവരങ്ങളും ഒപ്പം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കടയടപ്പ് സമരത്തിൻ്റെ വാർത്തയുടെ വിവരങ്ങളുമാണ് വിഷ്ണു കരുണാകരൻ പങ്കുവച്ചത്.